place. But I don't know if there will be enough chance. Hello guys, welcome back to our YouTube channel. അപ്പോൾ കുച്ചു അമ്മയും കൂടി ഒരു ഹൈക്കിങ്ങിന് പോവാണ്. I thought ഞങ്ങൾക്കല്ലേ English now. അല്ല അവർക്ക് ഇംഗ്ലീഷ് മനസ്സിലാകത്തില്ല. അല്ല ഇംഗ്ലീഷ് മനസ്സിലാവും. Some people has to know English. Okay. അപ്പോൾ we are going for Yeah, I'm telling in English. Okay, after this. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ ബോറടിക്കും. So we are going to start a video. Come with us. I'm not bored. I just want to stay home and play my game. But I am bored. I don't want you to play a game for a long time. So we are going to a place called Ambler. Ambler is like 20 minutes drive from our house, and from there we go for hiking, and we are planning to do a 2-hour hike. Right, Kuchu? No, it's a 1 hour. Okay, let us see 1 hour or 2 hour. No, it's 1 hour. Kuchu is telling 1 hour and I am telling 2 hour. Let us see what will happen. At the next stop sign, turn right. At the next stop sign, turn right. Okay, I will do that. That's How many more minutes left for drive? I don't know. Kuchu, come. Amana bag edukavo. Can you take my bag, water bottle, copy vecho? We have sunscreen also, and we are here. നമ്മൾ ഇവിടെ വന്നിട്ടേ ഇല്ല. Okay. There will be poison ivy. Take your hat. Okay. I already got hurt by that. അവിടെ കാണും പോയിസൺ. അത് പോയിസൺ ഐവി ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് ബ്ലിസ്റ്റേഴ്സ് വരും കേട്ടോ. അത് അതിൽ ആയ ബ്ലിസ്റ്റേഴ്സ്. Yeah. I know those. They're unworser than bad boils. So let us show them. നമ്മുടെ ട്രെയിലിന്റെ പേര് കാണിച്ചു തരാം നിങ്ങളെ. So this is a trail, Visahikans Trails headquarters for Mills Nature Reserve. So അപ്പോൾ നമ്മൾ ഈ റോഡിൽ നിന്നാണ് ഇങ്ങോട്ട് ഇങ്ങനെ കയറി. നമ്മുടെ കാർ ഇതേണ്ട അതാണ് ഞങ്ങളുടെ കാറ്. ആൻഡ് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വാക്കിംഗ്. ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു, സോറി. അപ്പോൾ ഞങ്ങൾ ഈ ട്രെയിലിൽ കൂടെ അങ്ങ് നടന്ന് പോവാണ്. ഉച്ച ഫ്രണ്ട് നടക്കാവാ. അതെന്താ അവിടെ തന്നെ കയറുന്നിടത്ത് തന്നെ തടസ്സമല്ലോ. അതെന്താ അവിടെ ബ്ലോക്ക് ചെയ്തേക്കുന്ന. സോ നമ്മൾ അങ്ങോട്ട് നടക്കുവാണ്. ഒരു 1 hour എങ്കിലും മിനിമം ഇതുവരെ നടക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. 1 hour. We can see bird habitat. You can see ഏത് ബേർഡാ വെച്ചു. Audubon Pension recognizes that the people who care for this property pledge to provide healthy habitat that supports birds, butterflies and other wildlife. We have to support them. That's it. അയ്യോ, ഈ ഒരു കെട്ടിടം കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നേ. Why this building is here? I don't want to find a butterfly. I want to find a bird. This building is so strange for me. All deliveries. What do you want? ഇത് ഇതിൻ്റെ താഴെ കൂടെ നടന്നാൽ മതി കൊച്ചു. നമ്മുടെ പാലത്തിൽ കയറരുത്. പാലം എന്തോ വാട്സ് ഓക്കെ. അവിടെ എന്താ എഴുതിയേക്ക് നോക്ക്. ഓക്കെ, ദിസ് സെക്യൂരിറ്റി ക്യാമറാസ് അതെ. അപ്പം നമ്മൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല. അപ്പം നമ്മൾ ഇതുവഴി കയറരുത്. ദിസ് ബ്രിഡ്ജ് വിൽ ബി ക്ലോസ് ഫോർ മെയിൻ്റനൻസ്. ഇത് മെയിൻ്റനൻസിന് വേണ്ടി അടച്ചിട്ടേക്കാണ്. കണ്ടോ, ഇതുവഴി ഒരു അടിപൊളി അരുവി ഒഴുകുന്നത് നിങ്ങൾ കണ്ടോളൂ. കണ്ടോ, സൂപ്പർ. ഇതൊക്കെയാണ് ഇവിടെ നടക്കാൻ വരുമ്പോൾ. ഇത് എല്ലായിടത്തും അടച്ചിട്ട്. ദാറ്റ്സ് എ പ്രൈവറ്റ് പ്രോപ്പർട്ടി. സോ വിച്ച് വേ വിൽ. അവിടെ വേറെ വഴിയുണ്ടോ നോക്കാം. വാ. മണ്ടന്മാർ. നോ ട്രെയിൽ ആക്സസ്. ബ്രിഡ്ജ് പെയിന്റ് ഈസ് വെറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ട്രെയിനിൽ പോകാൻ പറ്റത്തില്ല. വിൽ ഫൈൻഡ് അനദർ ട്രെയിൽ. ഗോ. അപ്പം ഞാൻ നേരത്തെ കാണിച്ച വിൽ ഫൈൻഡ് അനദർ ട്രെയിൻ നിയർ ബൈ. അപ്പം ഞാൻ നേരത്തെ കാണിച്ച പാലം പെയിൻ്റ് അടി നടന്നത് വെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം ഞങ്ങളുടെ ട്രെയിൽ ക്ലോസ് ആണ്. അങ്ങനെ അത് കുച്ചു എന്താ പറയുന്നു, അത് പരാജയപ്പെട്ടിരിക്കുന്നു. ഞങ്ങളിനി അടുത്ത ട്രെയിലിൽ തപ്പി പോവുകയാണ്. അപ്പം നമ്മൾ രണ്ടാമത്തെ ട്രെയിലും പോയി. അവിടെയും ഫുൾ കോംപ്ലിക്കേഷൻ ആയിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ മൂന്നാമത്തെ ട്രെയിനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് മടുത്തിട്ട് എല്ലാം നിർത്തി വീട്ടിൽ പോയാലെന്നൊക്കെ തോന്നി. ബട്ട് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അത് ഇതാക്കണ്ടേ, കംപ്ലീറ്റ് ചെയ്യണ്ടേ. സോ വി ആർ ഗോയിങ് ടു അവർ തേർഡ് ട്രെയിൽ ടു ഫൈൻഡ് അവർ തേർഡ് ട്രെയിൽ. ഇതില് Go past this light, then at the next one, turn left. Yeah, it's the next trail. Maybe, yeah, part of it is. അപ്പം നമ്മൾ അടുത്ത ട്രെയിനിൽ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും.
അങ്ങനെ ഞങ്ങൾ ഒരു വാക്കിംഗ് ട്രെയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. മര്യാദയ്ക്ക് എൻ്റെ വീടിനടുത്ത് 2-3 ട്രെയിൽ ഉണ്ടായിരുന്നു. അവിടെ പോയാൽ മതിയായിരുന്നു. ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് ഞാൻ പുതിയ ട്രെയിലൊക്കെ തപ്പിപ്പിടിച്ച് വന്നത്. അവസാനം വഴിയും തെറ്റി. എന്തായാലും ഇപ്പോൾ ഒരു വാക്കിംഗ് ട്രെയിൽ എത്തിയിട്ടുണ്ട്. നടക്കാൻ തുടങ്ങുമ്പോഴേ ഇരിക്കണം, റെസ്റ്റ് എടുക്കണം എന്നാണ് കുച്ചു പറയുന്നത്. നീ സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. വി ഹാവ് ടു വാക്ക് ഫോർ അറ്റ്ലീസ്റ്റ് ഒരു 1 hour എങ്ങനെ നടക്കണം കുച്ചു. We just started, man. I'm too tired. ഇവിടെ ഇരിക്കാനാണോ വന്നത്? നീ വീട്ടിൽ ഇരുന്നാ പോരായിരുന്നോ? Come, let's go for a walk. At least ഒരു 45 minutes അങ്ങനെ നടക്കണം. തൊപ്പി എടുത്തില്ല നീ? വാ, come on man. വീട്ടിൽ പോണെന്നുണ്ട്, വാ. Come. I'm going to start counting. 1, 2, 10 ആകുമ്പോൾ ഇതാക്കണം. 3, 4, 5, 6, 7. Start jumping up now. 8, 9. എഴുന്നേക്ക് കുച്ചു. 10. Okay, let's go. Oh God. ഇങ്ങോട്ട്. Not that way, this way. So shade, I can rest here. 1.5 മാസമായിട്ട് ഞങ്ങൾ ജിമ്മിൽ പോകുന്നുണ്ട്. ജിമ്മിൽ പോയിട്ട് എനിക്ക് അങ്ങനെ വലിയ വെയിറ്റ് ലോസ് ഒന്നും കാര്യമായിട്ടില്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഒരാഴ്ച ഞങ്ങൾ ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും കുറച്ചൊരു വെയിറ്റ് ലോസ് വന്നു. ഓക്കെ, താങ്ക് യു. ഹലോ ഗൈസ്, വി ആർ അഗൈൻ ഗോയിങ് ബാക്ക് ഹോം. ഇന്ന് ഞാൻ നടക്കുന്നില്ല. Just tired with this. I'm resting. ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ നടന്നങ്ങ് പോയല്ലോ. കുറച്ചങ്ങോട്ട് ചെന്ന് ഇപ്പം Private property. ഇറ്റ്സ് എ പ്രൈവറ്റ് പ്രോപ്പർട്ടി. എന്ത് പറ്റിയെന്ന് ഇന്ന് എനിക്ക് എന്ത് പറ്റി എനിക്ക് അറിയത്തില്ല. ഞാൻ വഴി സെറ്റ് ചെയ്യുന്നതൊക്കെ എല്ലാം തെറ്റിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രെയിൽ ഇങ്ങനെ അങ്ങ് പരന്ന് കിടക്കുമല്ലോ. ഒരു വിസ ഹിറ്റ് ഓൺ. ഓക്കെ, ഫെദർ. Hey, it's not a big one. ഓക്കെ, It's a normal size. ഓക്കെ. വിസ ഹിക്കോൺ ട്രെയിൽ എന്ന് പറഞ്ഞൊരു ട്രെയിലാണ്. ആ ട്രെയിൽ ഇങ്ങനെ പെൻസിൽവേനിയ, ഫിലഡൽഫിയ കുറേ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ കിടക്കുവാണ്. സോ അപ്പം നമ്മളിങ്ങനെ വഴി സെറ്റ് ചെയ്യുമ്പം ഈ ഗൂഗിൾ മാപ്പ് നമ്മളെ ഓരോ തെറ്റായ സ്ഥലത്ത് കൊണ്ട് എത്തിക്കുക. ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേനും എനിക്കവിടെ കറക്റ്റ് ഒരു എൻട്രൻസ് പോയിന്റ് കിട്ടുന്നില്ല. അപ്പം ഞങ്ങൾ തെറ്റി ഇപ്പോൾ 3 ട്രെയിലിൽ ഞങ്ങൾ വന്ന് തെറ്റിക്കയറി. ആദ്യത്തെ ട്രെയിൽ ശരിക്കും കറക്റ്റ് ട്രെയിലായിരുന്നു. പക്ഷെ അവിടെ പാലം പണി നടക്കുന്ന കാരണം നമുക്ക് കയറാൻ പറ്റിയില്ല. രണ്ടാമത്തെ ട്രെയിലിൽ എനിക്ക് അതും ചെറിയൊരു പ്രശ്നമായിരുന്നു. 3ാമത്തെ ട്രെയിൽ ഇവിടെ വന്ന് കയറിയത് നമ്മൾ കുറച്ചങ്ങ് നടന്നങ്ങ് ചെന്നപ്പോഴത്തേനും ദേ ആർ ടെല്ലിങ് ദാറ്റ് അതുവഴി കയറാൻ പറ്റത്തില്ല, അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. എൻ്റെ മനസ്സ് മടുത്തു. We'll go home and rest, right? ഒന്നി പൈസ Rest at home, right? യാ വിൽ റെസ്റ്റ് അറ്റ് ഹോം. ഒന്നി പൈസ 3-ൽ 4. 3ാമത്തതും പഴച്ചു. അത് കാരണം ഞാൻ തിരിച്ച് വീട്ടിൽ പോയിട്ട് എൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു അടിപൊളി ട്രെയിലുണ്ട്. മര്യാദയ്ക്ക് അവിടെ നടന്നാൽ മതിയായിരുന്നു. ഒരു അഹങ്കാരം കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ട്രെയിലിൽ പോയി നടക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച കാര്യം, അപ്പോൾ ഞങ്ങൾ ജിമ്മിൽ പോകുമ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര വെയിറ്റ് ലോസ് ഒന്നും തോന്നില്ല. പക്ഷേ ഈ ഒരാഴ്ച ഞങ്ങൾ ടൂറൊക്കെ പോയി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും എനിക്ക് ചെറിയൊരു വെയിറ്റ് ലോസ്. അപ്പോൾ ടൂറിൽ നമ്മളിങ്ങനെ കുറേ ഹൈക്കിംഗ് ഒക്കെ ചെയ്തായിരുന്നു. അപ്പോൾ എനിക്കൊരു സംശയം, നമ്മളിങ്ങനെ പുറത്തുകൂടെ നടക്കുമ്പം ജിമ്മിനകത്തെന്ന് പറയുമ്പോൾ നമ്മളൊരു ത്രെഡ്മില്ലിൽ കൂടെ ഇങ്ങനെ വെറുതെ നടക്കുമല്ലോ. പുറത്തുകൂടെ നടക്കുമ്പോഴത്തേനും What's your favorite breed? ബ്രീഡോ? എന്ത് ബ്രീഡ്? ഡോഗ് ബ്രീഡ്? Yeah. ചിപ്പു, ഗോൾഡൻ റിട്രീവർ. അപ്പം ഞാൻ വിചാരിച്ചു Hey, I saw Chip's breed, okay? ഓക്കെ, നീ പോയി കാറിൻ്റെ അടുത്ത് പോയിരിക്കും ചെല്ല്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ ദിവസവും പറ്റുന്ന പോലെ കുറച്ച് നേരം പുറത്തുകൂടെ ഇങ്ങനെ ഹൈക്കിങ് ചെയ്യണമെന്ന്. അങ്ങനെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഇറങ്ങി പുറപ്പെട്ടതാണ്. ഇപ്പം ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയിട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ട്രെയിനിൽ കൂടെ നടക്കാൻ പോവാണ്. കുച്ചു എന്തായാലും ഹാപ്പിയായി. കുച്ചുവിന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഇന്ന് ഞാനും കുച്ചുവും വീട്ടിലുണ്ടായിരുന്നു ആഫ്റ്റർനൂൺ. കാരണം കുച്ചുവിൻ്റെ സ്കൂൾ നാളെ സ്കൂൾ തുറക്കത്തുള്ളൂ. No, it's today. No, it's ടുമാറോ. No, it's next week. അപ്പോൾ ഒരു കാര്യം ചെയ്യാം കുച്ചു, നമുക്ക് പോയിട്ട് നിൻ്റെ ക്ലാസ് റൂം കാണാം. ലെറ്റ്സ് ഗോ ടു യുവർ സ്കൂൾ. I'll put it like 6 or
Yeah, it's not. അപ്പം നമുക്കെങ്കിൽ പിന്നെ I must have like 6 or something. 6. അപ്പോൾ നാളെയാണ് കൊച്ചുവിൻ്റെ സ്കൂൾ തുറക്കുന്നത്. അതിന് മുന്നേ ആയിട്ട് തലേദിവസം പോയിട്ട് അവൻ്റെ പുതിയ ക്ലാസ് റൂമും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ വർഷവും ഇവർ ഷഫിൾ ചെയ്യും ഫുൾ ക്ലാസ്. അപ്പോൾ ഓരോ ക്ലാസ്സിലും ഓരോ വർഷവും ഓരോ ഇയറിലും പല പല പിള്ളേരായിരിക്കും. വാ അല്ല ഇത് അടയ്ക്കും. അപ്പം ഞാനത് ഇപ്പം ഞങ്ങളിങ്ങനെ നടക്കാൻ വന്ന കാരണം പോകണ്ടെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം ഫ്ലോപ്പായ സ്ഥിതിക്ക് വേണമെങ്കിൽ അവൻ്റെ ക്ലാസ്സിൽ ഏതൊക്കെയാണ് പിള്ളേർ, അവൻ്റെ പഴയ ഫ്രണ്ട്സൊക്കെ ഉണ്ടോ എന്നുള്ളത് പോയി നോക്കാം. ഓ ഇതെൻ്റെ തൊപ്പി, ഇതാരുടെ തൊപ്പിയാണെന്ന് എനിക്കൊരു പിടുത്തില്ല കേട്ടോ. ഞങ്ങൾ ട്രിപ്പ് പോയ വഴിക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള RDO തൊപ്പിയാണ്. ബസ്സിൽ വെച്ച് ആരോ മറന്നു വെച്ചിട്ട് പോയി. ലാസ്റ്റ് ബസ്സിൽ നിന്ന് ഇറങ്ങിയത് ഞങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ ഓർ കാർ വാട്ടർ വെഹിക്കിൾസ് വാൻ. അപ്പം നമ്മുടെ വാനിൽ അപ്പം ഞാൻ തൊപ്പി എടുത്തോണ്ടിങ്ങനെ പോന്നു. അപ്പം ഞങ്ങൾ അപ്പം നമ്മുടെ ഹൈക്കിംഗ് ഒക്കെ ഇന്ന് മൊത്തത്തിൽ ഫ്ലോപ്പായ സ്ഥിതിക്ക് വേണമെങ്കിൽ കൊച്ചുവിൻ്റെ സ്കൂളിൽ പോയിട്ട് അവൻ്റെ പുതിയ ക്ലാസ്സിൽ ഏതൊക്കെ ഫ്രണ്ട്സാണ് ഉള്ളതെന്ന് നോക്കാം. അവന് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല, പക്ഷെ എനിക്ക് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് അവൻ്റെ പഴയ ഫ്രണ്ട്സൊക്കെ അവൻ്റെ ക്ലാസ്സിലുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. സോ കം ഓൺ, ലെറ്റ്സ് ഗോ ടു യുവർ സ്കൂൾ ആൻഡ് ചെക്ക് യുവർ ന്യൂ ക്ലാസ് റൂം, യുവർ ന്യൂ ഫ്രണ്ട്സ്, എവ്രിബഡി. നിന്റെ ക്ലാസ്സിൽ എനിക്ക് ആരൊക്കെയാണ് വേണ്ടത് ചോദിച്ചു? Which all friends? Friends. I don't want to go to school. സ്കൂളിൽ പോകാൻ മടിയാണ് അവന്. സ്കൂളിൽ പോകാൻ മടിയാകുമ്പോൾ പറയാ India. ഹി വാണ്ട്സ് ടു ഗോ ബാക്ക് ടു ഇന്ത്യ എന്ന്. അവന് സ്കൂളിൽ പോകാൻ മടിയാ, അത്രേ ഉള്ളൂ. ഇന്ത്യ പോയാൽ സ്കൂളിൽ പോകണ്ടെന്ന് അവൻ്റെ വിചാരം. ഓക്കെ, സോ നമ്മളപ്പോൾ കൊച്ചിൻ്റെ സ്കൂളിലെത്തി. കൊച്ചിൻ്റെ ന്യൂ ക്ലാസ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കോള് അത്ര ശരിയല്ല. നമ്മൾ ഹൈക്കിങ്ങിന് വേണ്ടി ഇറങ്ങിയതല്ലോ. എനിവേ പോയി കൊച്ചിൻ്റെ ക്ലാസ് റൂമും ക്ലാസ്സിലെ പുതിയ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് കണ്ടിട്ട് വരല്ലേ കൊച്ചി? Are you excited? No. But I am so excited anyway. I just want to stay home. It's okay. ഒരു ദിവസം സ്കൂളിൽ പോയി കഴിയുമ്പോൾ പിന്നെ കൊച്ചിന് സ്കൂളിൽ പോകാനായിട്ട് ആവേശമായിക്കോളും. 2 മാസം കഴിഞ്ഞിട്ടുള്ള പോക്കല്ലേ. ഇത്രയും ദിവസം സമ്മർ ക്യാമ്പിലാണ് പോയിക്കൊണ്ടിരുന്നത്. He was so happy there. I hope your second grade will also be good. Okay, let us go and see your new friends. New friends അല്ല, ആരൊക്കെയാണ് ഉള്ളത് നോക്കാം. It's Olivia. It's Olivia. I think that's the same Olivia. I didn't even know there was Olivia in my class. In kindergarten, one Olivia was there, right? What's her last name? Olivia is like the same Olivia Lowe or Toe? No, it's different. I don't know. I'm just asking you. I didn't even know that. So you're sitting near to Jonathan. That's Jonathan. Jonathan. Okay, Jonathan. Which is And there is another name. This is Kuchu's classroom. That's it. It's not my classroom. Yes, this is the second. Are you sad that your friend Joaquin is not in your class? അങ്ങനെ കുച്ചുവിന്റെ What's സ്കൂൾ my most fear of? Going to school? Heights? Okay. And die. And I. Amma is also scared And of get heights. lost. Yeah? And get lost for 10 hours. Okay. Oh, അപ്പോൾ നമ്മുടെ കൊച്ചുവിൻ്റെ സ്കൂള് പുതിയ ക്ലാസ്സൊക്കെ പോയി കണ്ടു. പഴയ ക്ലാസ്സിലുണ്ടായിരുന്നോ ഒറ്റ ഫ്രണ്ട്സ് പോലും അവൻ്റെ ക്ലാസ്സിലില്ല. എനിവേ അവന് 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ആ ക്ലാസ്സിലില്ല. അവർ രണ്ടും വേറെ ക്ലാസ്സിലാണ്. ഓക്കെ, അവർ രണ്ടുപേരും വേറെ ക്ലാസ്സിലാണ്. സമ്മതിക്കണം അല്ലേ? എന്തായാലും ഇവിടെ എല്ലാ വർഷവും ഇങ്ങനെയാണ്, ഫുൾ ഷഫിൾ ചെയ്യും. നമ്മളൊക്കെ ഫസ്റ്റ് ഗ്രേഡ് തൊട്ട് 10th വരെ സ്കൂൾ മാറിയില്ലെന്നുണ്ടെങ്കിൽ സെയിം ഫ്രണ്ട്സും സെയിം ക്ലാസ്സും ഒക്കെ ആയിരിക്കില്ല. ഇവിടെ അങ്ങനെയല്ല, എല്ലാ വർഷവും ഇവർ ഷഫിൾ ചെയ്യും. സോ ഓരോ വർഷം ഓരോ ഫ്രണ്ട്സ് ആയിരിക്കും. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ എനിക്കൊന്ന് സ്കൂളിൽ നമ്മൾ വിടാൻ നേരം ആ സ്കൂളിലെ എല്ലാവരുമായിട്ട് നമുക്കൊരു പരിചയം കാണും. കാരണം ഇങ്ങനെ ഷഫിൾ ചെയ്ത് ഓരോ വർഷവും ഓരോ സ്റ്റുഡൻസുമായിട്ട് ഓരോ സ്റ്റുഡൻസാണല്ലോ ഓരോ വർഷവും നമ്മുടെ കൂടെ ഉള്ളത്. സോ എനിവേ പോവാ ഉച്ച സീറ്റ് ബെൽറ്റ് ഇട്ടെ. കുച്ചു വിൽ ഹാവ് ടു ഫൈൻഡ് നെക്സ്റ്റ് സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ഇൻ ദിസ് ഇയർ. My friends are going to be Joaquin. Joaquin is in another class, but still you can play for recess, right? Yeah, you
know it's still recess. I don't know if you will still have that lengthy recess that you had in kindergarten and first grade. Okay, kindergarten is way different than first grade. Now you are We in have different times for recess. now you are in second grade and you'll have to study more. Okay, we are going back home. അപ്പം നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോകണം. That's the same car as Joaquin. ഓക്കെ, അപ്പോൾ കുച്ചുവിനൊരാഗ്രഹം. കുച്ചുവിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് വക്കീൻ. വക്കീൻ്റെ വീടിൻ്റെ വാതുക്കൽ കൂടെ പോയിട്ട് വക്കീൻ അവിടെ ഇല്ലേന്ന് നോക്കണമെന്ന്. ബിക്കോസ് ഈ കുഡിൻ സി അവനിപ്പോൾ വക്കീനെ കാണാൻ പറ്റില്ല. പുള്ളിക്ക് നോട്ട് ദാറ്റ് സാഡ് ബട്ട് ദേ ആർ ഗോയിങ് ടു ബി ഇൻ ദ സെയിം സ്കൂൾ. അപ്പോൾ അവർ കളിക്കാൻ നേരമൊക്കെ ഒരുമിച്ചായിരിക്കും. I know where they live. Okay, we are just driving around here and see. വീടിനകത്ത് നമ്മൾ ഇതുവരെ അവിടെ വീട്ടിലൊന്നും പോയിട്ടൊന്നുമില്ല. We just drive through. ഇവന്റെ ഒരു ആഗ്രഹം നടത്തി കൊടുക്കാൻ വേണ്ടി we will just drive through this place. That's it. We'll go back. വക്കീൻ അവിടെ ഉണ്ടല്ലോ. വക്കീൻ സ്ഥലമൊന്നും മാറി പോയിട്ടില്ല. You can meet him in school tomorrow. Okay? Okay? Okay. This is where his dog runs around. Yeah. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ആൻഡ് നമ്മൾ ഹൈക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ്. ബട്ട് ലൈക്ക് ടുഡേയ്സ് എക്സ്പീരിയൻസ് ഷോസ് ലൈക്ക് ലൈഫ് ഈസ് സോ അൺഎക്സ്പെക്റ്റഡ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടക്കത്തില്ല. ഇന്ന് ഞാനിപ്പോൾ 2 മണിക്കൂറൊക്കെ ഹൈക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് പോയതാണ്. ഹൈക്കിംഗ് ചെയ്തില്ലെന്നല്ല, എൻ്റെ കാറിൻ്റെ ഒരു പകുതി പെട്രോൾ ഞാൻ തീർത്ത്. അങ്ങോട്ട് എത്ര ട്രെയിൽ തപ്പി ഞാൻ എങ്ങോട്ടൊക്കെ പോയി. ഓക്കെ, അങ്ങനെ ഒരു പകുതി പെട്രോൾ ഞാൻ തീർത്തു. തിരിച്ച് വീട്ടിൽ വന്നു. എന്തായാലും കുച്ചുവിൻ്റെ സ്കൂളല്ല, അടുത്ത ക്ലാസ്സിലെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്നൊക്കെ കാണാൻ പറ്റി. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ വിശേഷം. സോ ഇറ്റ് വാസ് എ ഫ്ലോപ്പ് ആയിപ്പോയൊരു ഹൈക്കിംഗ് ആയിരുന്നു. അപ്പോൾ എന്തായാലും പക്ഷേ ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് ഐ എം ഗോയിങ് ടു മൈ ജിമ്മിൽ പോയിട്ട് പതിവ് പോലെ ത്രെഡ്മിൽ ചെയ്യാൻ പോവാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. സോ ലൈഫ് ഈസ് സോ അൺഎക്സ്പെക്റ്റഡ്. ഒരു ചെറിയ കാര്യം പോലും നമ്മൾ വിചാരിക്കുന്ന പോലെ എപ്പോഴും നടക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റ് എൻജോയ് ചെയ്ത് ജീവിക്കുക, അത്രേ ഉള്ളൂ. ഡോണ്ട് വറി അബൌട്ട് യുവർ ഫ്യൂച്ചർ, ലിവ് ഇൻ യുവർ പ്രസൻറ്റ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. സീ യു ഓൾ വിത്ത് അനദർ വീഡിയോ. ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ. ഐ ആം ഇൻ മൈ ജിം. ബാക്കി ഹൈക്കിംഗ് ഒക്കെ ഇന്ന് ഫ്ലോപ്പായെങ്കിലും യെസ്, ഐ ആം ബാക്ക് ടു മൈ ജിം and planning to walk for 2 hours. Bye bye.